നമസ്കാരം. വർഷങ്ങൾക്ക് മുമ്പ് മലയാളത്തിൽ ഒരു ചലച്ചിത്രം പുറത്തിറങ്ങിയിരുന്നു. സയാമീസ് ഇരട്ടകൾ എന്നായിരുന്നു ആ സിനിമയുടെ പേര്. പ്രശസ്ത ഛായാഗ്രാഹകൻ കൂടിയായ ഇസ്മായിൽ ഹസൻ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ അന്തരിച്ച നടൻ സൈനുദ്ദീനും മണിയമ്പിള്ള രാജുവുമാണ് സയാമീസ് ഇരട്ടകളായി അഭിനയിച്ചിരുന്നത്. വളരെ രസകരമായിട്ടാണ് ഈ സിനിമ അന്ന് ചിത്രീകരിച്ചിരുന്നതൊക്കെ തന്നെ. രണ്ടുടലുകൾ ഒരുമിച്ച് ചേർന്ന് ജീവിക്കുമ്പോഴുണ്ടാകുന്ന സംഭവങ്ങൾ വളരെ രസകരമായി തന്നെയാണ് ഈ സിനിമയിൽ ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഇപ്പോൾ ഇതിന് സമാനമായൊരവസ്ഥയാണ് വിദേശ രാജ്യത്ത് നിന്ന് വരുന്ന ഒരു വിവാഹ വാർഷിക വാർത്തയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. സയാമീസ് ഇരട്ടകളായ രണ്ട് സഹോദരിമാരിൽ ഒരാൾ വിവാഹിതയായി. സ്വാഭാവികമായും അവിടെ വരുന്നൊരു ചോദ്യമുണ്ട്, ഇവരുടെ ലൈംഗിക ജീവിതം എങ്ങനെയായിരിക്കും എന്ന്. പലരും സോഷ്യൽ മീഡിയയിൽ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. സയാമീസ് ഇരട്ടകളായ കാർമേനും ലുപ്പിറ്റയും വിവാഹിതരായത് ഒരു വർഷം മുമ്പാണ്. ഇതിൽ കാർമേനാണ് വിവാഹം കഴിച്ചത്. ഇപ്പോൾ അവരുടെ ഒന്നാം വിവാഹ വാർഷികവുമായിരുന്നു. ഇവരുടെ വിവാഹം കഴിഞ്ഞ വേളയിലൊക്കെ തന്നെ പലരും ഇക്കാര്യത്തിൽ ഒരുപാട് സംശയങ്ങൾ പ്രകടിപ്പിച്ചിട്ട് എങ്ങനെയാണ് ഒരു ഒരുമിച്ച് ജീവിക്കുക, രണ്ട് ശരീരങ്ങൾ ഒരുമിച്ച് ജീവിക്കുക, അവരുടെ ഒപ്പം ഭർത്താവ് ഉണ്ടായിരിക്കുകയും ചെയ്യുമ്പോൾ എന്തൊക്കെയായിരിക്കും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്ന് പലരും ചോദിച്ചിരുന്നു. ഇപ്പോൾ ഏതായാലും ഇവരുടെ വിവാഹ വാർഷികം വളരെ ഗംഭീരമായി തന്നെ ഇവർ ആഘോഷിച്ചിരുന്നു. ഈ ഒരു വേളയിൽ ഇവർ പല മാധ്യമങ്ങൾക്കും അഭിമുഖം നൽകിയിരുന്നു. ഈ അഭിമുഖത്തിലും സ്വാഭാവികമായും ഉയർന്നിരുന്നൊരു ചോദ്യം അവർ തന്നെ പറയുന്നുണ്ട്. എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, നിങ്ങളുടെ ലൈംഗിക ജീവിതം എങ്ങനെയാണ് നിങ്ങൾ മുന്നോട്ട് നയിക്കുന്നത് എന്നാണ്. കാർമേനും ലുപ്പിറ്റയും നമുക്കറിയാം, രണ്ട് തലകളും ഏതാണ്ട് രണ്ട് ഉടലുമായി രണ്ടുപേർക്കും രണ്ട് കാലുകൾ മാത്രമാണുള്ളത്. ഒരാൾക്ക് ഇടത്തേക്കാലും മറ്റൊരാൾക്ക് വലത്തേക്കാലിനുമാണ് നിയന്ത്രണം ഉള്ളത്. അങ്ങനെയാണ് ഇവർ ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ കാർമേൻ്റെ കുടുംബജീവിതത്തിൽ ലുപ്പിറ്റ എന്തായിരിക്കും ചെയ്യുക എന്നുള്ളതാണ് പലരും ചോദിക്കുന്നത്. ഇതിന് കാർമേൻ വളരെ കൃത്യമായ മറുപടി തന്നെയുണ്ട്. ലുപ്പിറ്റ ലൈംഗിക കാര്യങ്ങളിൽ ഒട്ടും തന്നെ താല്പര്യമില്ലാത്ത ഒരാളാണ് എന്നാണ് കാർമേൻ പറയുന്നത്. മാത്രമല്ല, അവർ സഹോദരിയുടെ ഭർത്താവായ ഡാനിയലിനെ സ്വന്തം സഹോദരനെ പോലെയാണ് കണക്കാക്കുന്നത് എന്നും ഒരിക്കലും അയാളോട് പ്രണയമൊന്നും അവർക്ക് തോന്നിയിട്ടില്ല എന്നുമാണ് കാർമേൻ വിശദീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. കാർമേനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഗർഭാശയത്തിന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതൊരു ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്യുന്ന കാര്യം ഇവരുടെ ശരീര പ്രകൃതി വെച്ച് അത്ര എളുപ്പമുള്ളൊരു കാര്യവുമല്ല. അപ്പോൾ അങ്ങനെ ഒരു വിഷയം അവിടെ നിൽക്കുന്നു. മാത്രമല്ല, കുട്ടികൾ വേണ്ടെന്നാണ് തങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് കാർമേനും ഡാനിയലും ഈ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സ്വസ്ഥമായി ജീവിക്കുന്നുണ്ട്. ഒപ്പം ലുപ്പിറ്റയും ഞങ്ങളോട് സന്തോഷകരമായി തന്നെയാണ് ജീവിക്കുന്നത്. ഈ ഒരു സയാമീസ് ഇരട്ടകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരു ജീവിതം നയിക്കുക അത്ര ഒരു പ്രശ്നമുള്ള കാര്യമല്ല എന്നാണ് ഇവർ ഇതിലൂടെ നമുക്ക് ബോധ്യമാക്കി തന്നിരിക്കുന്നത്. അതേസമയം ഇവർക്ക് വലിയ പരാതിയുണ്ട്. ഈ നാട്ടുകാർ മുഴുവൻ ഞങ്ങളോട് ചോദിക്കുന്നത് നിങ്ങളുടെ ലൈംഗിക ജീവിതം എങ്ങനെയാണെന്നുള്ളത് മാത്രമാണ്. ഇവർക്ക് വേറെ ഒരു വിഷയം ചോദിക്കാനില്ലേ എന്നാണ് ഇപ്പോൾ ഇവർ കോപത്തോടുകൂടി ചോദിക്കുന്നത്. വേറെ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ മറ്റൊരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. കുടുംബജീവിതത്തിൽ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടതുണ്ട്, ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടതുണ്ട്. അതുപോലെ നിത്യജീവിതം എങ്ങനെയാണ്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും ആരും ഒന്നും തിരക്കുന്നതേ ഇല്ല. ഞങ്ങളുടെ വരുമാനം എന്താണ്, ഞങ്ങൾ എങ്ങനെ ജീവിക്കുന്നൊന്നും ആരും ചോദിക്കുന്നില്ല. നിങ്ങളുടെ ലൈംഗിക ജീവിതം എങ്ങനെയാണെന്ന് മാത്രമാണ് നാട്ടുകാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് വേറെ പണിയില്ലേ എന്നാണ് ഈ ദമ്പതികളും ഒപ്പം അവരുടെ സഹോദരിയായ ലുപ്പിറ്റയൊക്കെ തന്നെ ചോദിക്കുന്നത്. ഏതായാലും ഇവരുടെ വിവാഹം പാശ്ചാത്യ മാധ്യമങ്ങൾ വലിയ തോതിൽ ആഘോഷമാക്കി മാറ്റിയിരുന്നു. ഇപ്പോൾ ഇവരുടെ വിവാഹ വാർഷികവും ഒരു വലിയ ആഘോഷമായി മാറുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ ഇവർ വെളിപ്പെടുത്തുകയാണ്. കാരണം തങ്ങൾ കുട്ടികളുണ്ടാവാൻ ആഗ്രഹമില്ല എന്നുള്ള കാര്യവും ലുപ്പിറ്റ കാർമേൻ്റെ ഭർത്താവിനെ ഡാനിയലിനെ സ്വന്തം സഹോദരനെ പോലെയാണ് കണക്കാക്കുന്നതെന്നൊക്കെ തന്നെ അവർ തന്നെ വെളിപ്പെടുത്തുമ്പോൾ അതിന് കൂടുതൽ ആധികാരികത കൈവരുന്നുണ്ട്. നമ്മുടെ നാട്ടിലും ഒരു പക്ഷേ നാളെ ഇത്തരത്തിലുള്ള സയാമീസ് ഇരട്ടകൾ ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് എങ്ങനെ ജീവിക്കാം, അവർക്ക് എങ്ങനെ നന്നായി കുടുംബജീവിതം മുന്നോട്ട് പോകാം എന്നുള്ളതിൻ്റെ ഉദാഹരണമായി മാറുകയാണ് ഇവരുടെയും ദാമ്പത്യ ജീവിതം.